ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കുറ്റിച്ചിറയിൽ ഒരു യുവാവ് ചിറയിൽ വീണോ എന്ന് സംശയം. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ഇപ്പോഴും അവിടെ തെരച്ചിൽ നടത്തുകയാണ്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, ഈ ചിറയിൽ കുറേ അധികം നേരമായി തെരച്ചിൽ നടക്കുകയാണല്ലോ, എന്നിട്ടും ഒരു വിവരവും കിട്ടിയില്ലേ? ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല? SKN ഇന്ന് സന്ധ്യയ്ക്ക് 6:30 കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചത്. ബീച്ച് ഫയർ സ്റ്റേഷനിലേക്കാണ് ഒരു യുവാവ് ചിറയിൽ മുങ്ങിപ്പോകുന്നത് കണ്ടു എന്നുള്ള ആ ഒരു വിവരം ലഭിച്ചത്. രണ്ട് കൈകൾ മുകളിൽ കണ്ടു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫയർ സ്റ്റേഷനിൽ ലഭിച്ച വിവരം. അതേ തുടർന്ന് 6:30 കൂടി തന്നെ തിരച്ചിൽ ആരംഭിച്ചു. ആ തിരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇതുവരെയും അത്തരത്തിലുള്ള ഒരാളെ ഒന്നും കണ്ടെടുക്കാനോ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ ബീച്ച് ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ബീഞ്ചാദ ഫയർ സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ കൂടി എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ സ്കൂബ ടീം കൂടി എത്തിയിട്ടുണ്ട്. നന്നായിട്ട് ആഴത്തിൽ ഡൈവ് ചെയ്യാനും അതുപോലെ തന്നെ ഒക്കെ തിരച്ചിൽ നടത്താനും ഒക്കെ നല്ല പ്രാവീണ്യം നേടിയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ മുങ്ങി വിശദമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ഒന്നും തന്നെ ആരെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് വെറുമൊരു അഭ്യൂഹം മാത്രമാണോ എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതിന് വളരെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും ഈ തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ സമീർ സി മുഹമ്മദ്, യഥാർത്ഥത്തിൽ ഈ ഫയർഫോഴ്സിൽ ഈ വിവരം അറിയിച്ചത് ആരാണ്? അയാളെ കണ്ടെത്താൻ കഴിഞ്ഞു? നേരിട്ട് അറിയിക്കായിരുന്നു, ടെലിഫോൺ വഴിയായിരുന്നു? കുളത്തിൽ ഒരാളകപ്പെട്ടു പറഞ്ഞുള്ള കോള് ലഭിക്കുന്നത്. ഒരു കുട്ടി അകപ്പെട്ടു എന്നായിരുന്നു ആദ്യം അറിയിച്ചത്. ആ സമയത്ത് നമ്മുടെ ബീച്ച് ക്രൂ നേരിട്ട് ഇവിടെ എത്തുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. അതേസമയം തന്നെ വെള്ളിമാടുന്ന് മീൻചന്ത യൂണിറ്റിലെ നമ്മളെ സ്കൂബ ഡൈവേഴ്സിനെ സംഭവ സ്ഥലത്ത് എത്തിക്കുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ കണ്ടു എന്ന് പറഞ്ഞ ആളുകളുടെ ഒരു അവർക്കൊരു തോന്നൽ എന്നുള്ള രീതിയിലാണ് അവർ നമ്മളെ ഇപ്പോൾ അറിയിക്കുന്നത്. അങ്ങനെ കണ്ടു, അതൊരു സംശയം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു 2.5 മണിക്കൂറിൻ്റെ അടുത്തായിട്ട് ഇവിടെ സെർച്ചിങ് നടത്തുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയകളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അവരൊരു സംശയമായി ഇരിക്കാനാണ് സാധ്യത എന്നാണ് വിചാരിക്കുന്നത്. ഫോൺ വിളിച്ച ആളുകളോട് ബന്ധപ്പെട്ട് അവരുമായിട്ട് 2 പേരുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവർക്കൊരു അങ്ങനെ തോന്നി എന്നുള്ള രീതിയിലൊരു സംശയം മാത്രമാണ് പ്രകടിപ്പിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അവിടെ ഡൈവ് ചെയ്തിട്ട് മാക്സിമം ഏരിയ തന്നെ സെർച്ച് ചെയ്തിട്ട് ആളില്ല എന്നുള്ള ഉറപ്പ് വരുത്തുകയാണ്. എത്ര സമയം വരെയാണ് ഈ രാത്രിയിലെ തിരച്ചിലുണ്ടാവുക? രാത്രി സ്കൂബ ചെയ്യാൻ പറയുന്നത് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും മാക്സിമം സമയം നമ്മൾ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു ഏരിയയും കൂടി കവർ ചെയ്യാവുള്ളൂ. കാരണം കുളമായതുകൊണ്ട് ഒഴുക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ വേറെ എവിടേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ല. അപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നോക്കിയതിന് ശേഷം സെർച്ചിങ് കൗൺസിലറും പോലീസെല്ലാം അവരുണ്ട്. അവരുടെ അടുത്ത് കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി നമ്മൾ നോക്കിയതിന് ശേഷം ഇന്നത്തെ ഒരു സെർച്ചിങ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ 2 പേരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. മുങ്ങി പോകുന്നതായി കണ്ടു എന്നാണോ അതല്ല ഒരു കൈ കണ്ടു എന്നാണോ? അവർ പറയുന്നത് ഒരു കൈ കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ കുളത്തിനടുത്തേക്ക് എത്തുമ്പോൾ പിന്നീട് ഒന്നും തന്നെ കാണാനില്ല എന്നുള്ള രീതിയിലാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ അവരുടെ ഒരു സംശയമായിരിക്കുക എന്നുള്ള നിഗമനത്തിലാണ് നമ്മൾ എത്തുന്നത്. SKN ഇതൊരു സംശയം മാത്രമാണോ എന്നുള്ള കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇനി അതിൽ വസ്തുതയുണ്ട് എങ്കിൽ അക്കാര്യം കൂടി വിശദമായിട്ട് പരിശോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ തിരച്ചിൽ തുടരുന്നത്. 3 ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള നിരവധി ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂബ ടീമിലെ അംഗങ്ങളുണ്ട്. വളരെയേറെ ഡൈവിംഗ് വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്. SKN. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.